ട്രിനോവിൻ്റെ വേവ് ഫോർമേഷൻ അല്ലെങ്കിൽ വേവ് ഫോമിംഗ് എന്ന് പറഞ്ഞ ടെക്നോളജിനെ പറ്റിയിട്ട് ഒന്ന് വീഡിയോ ചെയ്യാൻ പറ്റുമെന്ന് ഒരു സബ്സ്ക്രൈബർ നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് അത്ര വലിയ ഡീറ്റെയിൽ വീഡിയോ ചെയ്യേണ്ട ആവശ്യമുണ്ടെങ്കിൽ തോന്നുന്നില്ല, കാരണം അത്ര വലിയ ടെക്നോളജി ഇല്ല. പക്ഷേ അത് ഭയങ്കര ചരിത്രം ഉണ്ടാക്കിയ ഒരു ടെക്നോളജിയാണ്. പക്ഷേ അത് നമുക്ക് ഈസി ആയിട്ട് പറഞ്ഞു തരാവുന്നതാണ്. ശരിക്ക് ഈ സാധനം, ഈ ടെക്നോളജി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് 2023 CDA എന്ന് പറഞ്ഞിട്ടൊരു അസോസിയേഷൻ ഉണ്ട്. അത് ഈ ഹോം സിനിമയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ അറിയാമല്ലേ. ഹോം സിനിമയുടെ പ്രോഡക്റ്റുകളെ പറ്റിയൊക്കെ പഠനം നടത്തുന്ന ആൾക്കാർക്കൊക്കെ CDA എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടായിരിക്കും. അതായത് CDA എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റം ഇലക്ട്രോണിക് ഡിസൈൻ ആൻഡ് ഇൻസ്റ്റലേഷൻ അസോസിയേഷൻ എന്നാണ് അതിൻ്റെ ഒരു ഫുൾ ഫോം. അതായത് നമ്മൾ ഈ ഹോം സിനിമയിൽ ഉപയോഗിക്കുന്ന പല സംഭവങ്ങൾക്കും ഈ CDAയുടെ സർട്ടിഫിക്കേഷനോ അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡൊക്കെ ആയിട്ട് കീപ്പ് ചെയ്യുന്നുണ്ട് ഈ ഹോം സിനിമ മേഖലയിൽ. സിനിമ തിയേറ്റർ കൊമേഴ്ഷ്യൽ മേഖലയിലേക്ക് അത് വരുന്നില്ല. ഹോം സിനിമ മേഖലയിൽ മാത്രമേ CDA എന്ന് പറഞ്ഞ പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുള്ളൂ. അത് മാത്രമല്ല, വീടുകളിൽ ഉപയോഗിക്കുന്ന മറ്റേ കൺസ്യൂമർ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ LED സെറ്റപ്പുകൾ അല്ലെങ്കിൽ നമ്മൾ വീടിനകത്ത് ഉപയോഗിക്കുന്ന പല ടൈപ്പ് സാധനങ്ങൾക്കും ഇവരുടെ സർട്ടിഫിക്കേഷൻ കൊടുക്കാറുണ്ട്. അപ്പോൾ ഇവരുടെ 2023 നടത്തിയ ഒരു എക്സ്പോയിലാണ് ആദ്യമായിട്ട് ട്രിനോവ് എന്ന് പറഞ്ഞ കമ്പനി ഈ വേവ് ഫോമിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടെക്നോളജി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ വേവ് ഫോമിംഗ് ടെക്നോളജി കൊണ്ടുവരുന്നത് അതിനൊരു പ്രത്യേകത എന്താ വെച്ചാൽ, ഈ ട്രിനോവ് എന്ന് പറഞ്ഞ കമ്പനി 2023 ബിൽഡ് ചെയ്തിട്ട് 20 വർഷം കഴിയാണ്. ആ വർഷമാണ് അത് പുറത്തു കൊണ്ടുവന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കപ്പെട്ടു. കാരണം 20 വർഷമായിട്ട് ഈ ട്രിനോവ് എന്ന് പറഞ്ഞ കമ്പനി 20-ാം വർഷം ആഘോഷിക്കുമ്പോൾ അവരുടെ ഒരു ലേറ്റസ്റ്റ് ടെക്നോളജി എന്ന് പറഞ്ഞുള്ള ഒരു സാധനമായിട്ട് കൊണ്ടുവരുമ്പോൾ ആൾക്കാർ കൂടുതൽ ശ്രദ്ധിച്ചു. ട്രിനോവിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ, ട്രിനോവ് അവർക്ക് സിനിമ പ്രോസസ്സർ ഉണ്ട്. ട്രിനോവിൻ്റെ ഒവേഷൻ 2 എന്ന് പറഞ്ഞിട്ട് ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കിഡ്ലൻ ഓഡിയോ പ്രോസസ്സറാണ്. അത് മാത്രമല്ല കാലിബ്രേഷൻ മൈക്കുകൾ ഇറക്കാറുണ്ട്. 3D കാലിബ്രേഷൻ മൈക്കുകളുണ്ട് അവർക്ക്. ഹോം സിനിമയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ട്രിനോവിൻ്റെ ഒരു കിഡ്ലൻ പ്രോസസ്സർ ഉണ്ട്. AVR ഉണ്ട്. അതിന് ആൾട്ടിറ്റ്യൂഡ് എന്ന് പറയും, ട്രിനോവ് ആൾട്ടിറ്റ്യൂഡ് എന്ന് പറയും. ഇതൊക്കെ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കിയാൽ കിട്ടാവുന്നതാണ്. അപ്പോൾ ഈ വേവ് ഫോമിംഗ് എന്ന് പറഞ്ഞ ടെക്നോളജി എന്ന് പറഞ്ഞാൽ ആക്ച്വലി നമ്മളിപ്പോൾ ചെറിയ തിയേറ്ററുകൾക്കാണ് അത് കൂടുതലും വർക്കാവുക. വലിയ തിയേറ്ററുകൾക്ക് അത്രയും ഇതിൽ എളുപ്പത്തിൽ വർക്കാവില്ല. നമുക്ക് സിനിമാ തിയേറ്ററുകളിലേക്ക് ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ഉപയോഗിക്കാൻ പറ്റും. ഇത് 100 സീറ്റിൻ്റെ താഴെയുള്ള തിയേറ്ററുകളിലേക്കാണെങ്കിൽ നമുക്ക് ട്രൈ ചെയ്യാം. ഈ ട്രിനോവ് ഇത് മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഹോം സിനിമകൾക്ക് വേണ്ടിയിട്ടാണ്. ഈ ടെക്നോളജി അവർ ഡെവലപ്പ് ചെയ്ത് ഹോം സിനിമകൾക്കും അതുപോലെ സ്റ്റുഡിയോകൾക്കും വേണ്ടിയിട്ടാണ്. ശരിക്കും അത് ഹോം സിനിമകൾക്ക് വേണ്ടി, സ്റ്റുഡിയോകൾക്ക് അതിൻ്റെ ആവശ്യം വരുന്നില്ല. എന്നിരുന്നാലും ഹോം സിനിമകൾക്ക് വേണ്ടിയിട്ടാണ്. നമ്മൾ ഹോം സിനിമയുടെ സെഗ്മെന്റിലേക്ക് എടുക്കുമ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ നമുക്ക് സൗണ്ടിൽ പ്രശ്നം വരാൻ പോകുന്നത് 80 മറ്റേ ഹെഡ്സിൻ്റെ താഴെയുള്ള സൗണ്ടാണ്. അതായത് 80 ഹെഡ്സ് എന്ന് പറയുമ്പോൾ സബ് വൂഫർ റേഞ്ചിൽ വരുന്ന ചാനലിൽ വരുന്ന സൗണ്ടാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പണി തരാൻ പോകുന്നത്. കാരണം അത് പ്രോപ്പർ ബാലൻസ്ഡ് സൗണ്ട് അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അതിഗംഭീര ബേസൊക്കെ, അതായത് ആ അതിഗംഭീര ബേസൊക്കെ വരുമ്പോൾ എന്താ ഉണ്ടാവുക വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു റൂം ഡിസൈൻ ചെയ്യുമ്പോൾ എപ്പോഴും ലെഫ്റ്റിലും റൈറ്റിലും നമുക്ക് സറൗണ്ട് സ്പീക്കേഴ്സ് ഉണ്ടാവും. ഫ്രണ്ടിൽ LCR, ലെഫ്റ്റ് സെൻറ്റർ റൈറ്റ്, അതായത് നമ്മുടെ സ്ക്രീൻ ഇരിക്കുന്ന സ്ഥലത്തായിട്ട് നമ്മുടെ സബ് വൂഫർ പ്ലേസ് ചെയ്യുക. അപ്പോൾ ഫ്രണ്ടിൽ നിന്നായിരിക്കും നമുക്ക് സബ് വൂഫറിൻ്റെ വേവ്സ് വരിക. അപ്പോൾ ഈ വേവ്സിൻ്റെ ഒരു സ്ട്രെങ്ത് കൂടിക്കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് സറൗണ്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും അത് കറക്റ്റ് DBയിലായിരിക്കും സറൗണ്ട് വർക്ക് ചെയ്യുന്നുണ്ടാവുക. പക്ഷെ നമുക്കത് ഫീൽ ചെയ്യില്ല. കാരണം എന്തുകൊണ്ടാണ്, ഈ ബേസിൻ്റെ ഒരു അതിപ്രസരം കാരണം കൊണ്ടാണ് ഈ സാധനം വരാത്തത്. അപ്പോൾ ഈ ഒരു പ്രശ്നം പരിഹരിക്കാനായിട്ടാണ് ശരിക്കും വേവ് ഫോമിംഗ് എന്ന് പറഞ്ഞൊരു മെത്തേഡ് അവർ കൊണ്ടിറക്കിയത്. ശരിക്കും അത് ഫിസിക്സാണ്. നമ്മൾ ഫിസിക്സിൻ്റെ ഒരു തിയറി വെച്ചിട്ടാണ് ഈ വേവ് ഫോമിംഗ് എന്ന് പറഞ്ഞ പരിപാടി ചെയ്തേക്കുന്നത്. ഇത് വളരെ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ വേവ് ഫോമിങ്ങിനെ അവർ ഉപയോഗിക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന് ഫ്രണ്ടിൽ നമ്മൾ സബ് വൂഫർ വയ്ക്കുന്ന പോലെ തന്നെ നമ്മളുടെ ബാക്കിലും റയറിലും സബ് വൂഫർ വയ്ക്കുകയാണ്. ഫ്രണ്ടിൽ നമ്മൾ 4 സബ് വൂഫറാണ് ഉപയോഗിക്കുന്നത്, ബാക്കിൽ 8 സബ് വൂഫർ വെച്ചിട്ട് അതിൻ്റെ ഒരു കണക്കുണ്ട്. അത് കറക്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ റൂമിൻ്റെ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് അത് എത്ര സബ് നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ അവർ അന്ന് കാണിച്ച ഡെമോൺസ്ട്രേഷനിൽ ഈ പറഞ്ഞ ഫ്രണ്ടിൽ 4 സബും ബാക്കിൽ റയറിൽ, അതായത് നമ്മുടെ തൊട്ട് പിറകിലുള്ള അക്വാസ്റ്റിക്സിൻ്റെ പിറകിലിരിക്കുന്ന സബ്ബാണ്. ആ 8 സബും വെച്ചിട്ട് ഇത് ഇവരുടെ ഓഡിയോ പ്രോസസ്സറുടെ ഒരു പ്രത്യേക ടൈം ഡിലേ കൊടുത്തിട്ടാണ് ഈ സാധനം അവർ കണക്ട് ചെയ്തിടുന്നത്. ആ ടൈം ഡിലേ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ റൂമിൻ്റെ സൈസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. എനിക്കതിവിടെ ഞാനിപ്പോൾ ഒരു റൂമിന് എത്രയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഹോം സിനിമയുടെ കണക്ക് ഇതായിരിക്കില്ല. അപ്പോൾ ഇതിൻ്റെ വാട്സും കാര്യങ്ങളും അല്ലെങ്കിൽ ഇതിൻ്റെ ടൈം ഡിലേ, ഓഡിയോ ഡിലേ പരിപാടികളും ഇതിൻ്റെ എല്ലാ കാലിബ്രേഷൻ സെറ്റപ്പുകളും ഓരോ റൂമിൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ ഇവർ ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് എന്താ ശരിക്കും ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫ്രണ്ടിൽ നിന്ന് നമുക്ക് നല്ല രീതിയിൽ ഇട്ടി വരുമ്പോൾ
ഈ ബേസ് ശരിക്കും നമുക്ക് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്കിൽ നിന്ന് സെയിം ടൈമിൽ സബ് വർക്ക് ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ ആ ഫ്രണ്ടിൽ നിന്ന് വരുന്ന വേവ്സ് ബാക്കിലെ സബ് വൂഫർ അബ്സോർബ് ചെയ്യുകയാണ് ശരിക്കും. വരുന്ന ബേസ് ശരിക്കും അവർ വലിച്ചെടുക്കുകയാണ്. അതായത് നമുക്ക് ആവശ്യമുള്ള ഒരു ഫീല് മാത്രം, നമുക്ക് വേണ്ടത് എന്താണ്, ആ ബേസ് നമുക്ക് ആ തിയേറ്ററിൻ്റെ അകത്ത് ഒരു ഗാംഭീര്യം ഫീൽ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് നമ്മൾ ഒരു പോയിന്റിൽ മാത്രം സബ് വൂഫർ വെച്ചിട്ട് കൊണ്ട് ഇടിച്ച് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക വെച്ച് കഴിഞ്ഞാൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിൽ നിന്നും വരുന്ന പറഞ്ഞ സറൗണ്ടിൻ്റെ വേവ്സ് നമുക്ക് കേൾക്കാൻ പറ്റാണ്ടാവും. അപ്പം ഇത് ഫ്രണ്ടിൽ വെക്കുന്ന സബ് വൂഫറും, അതായത് സ്ക്രീനിൻ്റെ അവിടെ വയ്ക്കുന്ന സബ് വൂഫറും നമ്മുടെ തൊട്ട് പിറകിലിരിക്കുന്ന സബ് വൂഫറും ബാലൻസ്ഡ് ആയിട്ടാണ് നമുക്ക് ബേസ് തരുന്നത്. അപ്പം എന്താ ഉണ്ടാവുക വെച്ചാൽ ആ വേവ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുമ്പോൾ ഒരു ബാലൻസ് ക്രിയേറ്റ് ആവും. അതിനാണ് ഈ വേവ് ഫോമിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ മെത്തേഡിനെ ചുരുക്കി പറഞ്ഞാൽ അതാണ് സംഭവം. പിന്നെ അതിനെ സപ്പോർട്ടീവായിട്ട് അവർ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. മറ്റേ ഇറ്റാലിയൻ ബ്രാൻഡായിട്ടുള്ള ഒരു അക്വാസ്റ്റിക്സ് കമ്പനിയുടെ ഫോമുകളും കാര്യങ്ങളും, അത് അവരുടെ പാക്കേജ് എടുക്കുകയാണെങ്കിൽ മാത്രമേ അതിൻ്റെ ആവശ്യമുള്ളൂ. ഇതില്ലാതെ നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റും. ഈ ഒരു ടെക്നോളജീനെ പറ്റിയിട്ട് എന്തുകൊണ്ട് മറ്റുള്ള ആൾക്കാർ ചിന്തിച്ചില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിലൊരു പ്രശ്നം എന്താ വെച്ചാൽ നമുക്ക് വെറുതെ ഫ്രണ്ടിലും ബാക്കിലും സബ് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അതിന് സർട്ടൺ ആയിട്ടുള്ള ഒരു കാലിബ്രേഷൻ മെത്തേഡുകളും കാര്യങ്ങളും ഉണ്ട്. അപ്പം അതിനായിട്ട് അവരുടെ തന്നെ മൈക്രോഫോൺ ഉണ്ട്. ഈ ട്രിനോവിൻ്റെ തന്നെ ഒരു പ്രത്യേക സ്റ്റൈലിലുള്ള ഒരു മൈക്രോഫോൺ ഉണ്ട്. 3D നമ്മൾ അതിൻ്റെ കാലിബ്രേഷൻ ഉപയോഗിക്കുന്ന മൈക്രോഫോൺ ഉണ്ട്. അത് വെച്ചിട്ട് വേണം അത് എടുക്കാനായിട്ട്. പിന്നെ അവരുടെ തന്നെ കുറേ സർട്ടൺ സ്റ്റാൻഡേർഡുകളും കാര്യങ്ങളും അതിനായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ട്രെയിനിങ്ങിന് പോകുമ്പോൾ അത് കറക്റ്റായിട്ട് അവർ പറഞ്ഞു തരും. അപ്പോൾ അത് വെച്ചിട്ടായിരിക്കും ആ ഒരു ഇക്വേഷനിലായിരിക്കണം നമ്മൾ ആ ഓഡിറ്റോറിയം ചെയ്യേണ്ടത്. ടെക്നോളജി പറയുന്നത് വളരെ സിമ്പിളാണ്. വേവ് ഫോമിംഗ് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ ഫ്രണ്ടിലും ബാക്കിലും സബ് വയ്ക്കുക, ആ രണ്ട് സബും വർക്ക് ചെയ്യിപ്പിച്ചിട്ട് അതിൻ്റെ ആ ഒരു വേവ്സ് ഒരു ബാലൻസ് ചെയ്ത് കേൾപ്പിക്കുക എന്നുള്ളതാണ് ഈ വേവ് ഫോം എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിനെ പറ്റിയിട്ട് ഇതിനും ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്തിട്ട് അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. കാരണം ഇതിനും ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്ത് ടെക്നിക്കൽ ടൈംസുകൾ മാത്രം ഉപയോഗിച്ചിട്ട് ചെയ്യേണ്ടി വരും. അത് സാധാരണക്കാർക്ക് മനസ്സിലാവില്ല. അപ്പം നമ്മുടെ സാധാരണ ഓഡിയൻസിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ടെക്നോളജി ഉണ്ട്, വേണമെങ്കിൽ നിങ്ങൾക്ക് അത് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. ഇതിൻ്റെ ഒരു എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു ഭാഗം തെറ്റാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ടിൽ നമ്മൾ സബ് മേടിച്ചിരിക്കണം, അതേ പൈസ തന്നെ പിറകിൽ സബ് വയ്ക്കേണ്ടി വരും. അതായത് ഒരു ഓഡിറ്റോറിയത്തിൽ 4 സബ്ബാണ് നമ്മുടെ ബഡ്ജറ്റ് എന്നുണ്ടെങ്കിൽ അത് 8 സബ്ബാവും. അപ്പോൾ പിന്നെ അക്വാസ്റ്റിക്സിൽ ചെയ്യുന്നത് കുറച്ച് അത് അത്രയും വലിയൊരു എക്സ്പെൻസ് ആയിട്ട് വരുന്നുണ്ട്. പക്ഷേ സബ് വൂഫർ മേടിക്കുമ്പോൾ സബ് വൂഫറിന് അതിനനുസരിച്ചുള്ള ആമ്പും നമുക്ക് വേണം. അപ്പോൾ അതൊരു കാശ് ചിലവായിട്ട് വരും. അപ്പോൾ അതൊക്കെ താങ്ങാന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ടെക്നോളജികളിലേക്ക് പോവാം. ഇതൊന്നും ഇപ്പോഴത്തെ അവസ്ഥയിൽ കേരളത്തിലോ ഇന്ത്യയിലോ ചിന്തിച്ച് നോക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. കാരണം ഓരോരുത്തർ ഹോം സിനിമ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ മുക്കിയിട്ടാണ് ആളുകൾ ഒരു ഹോം സിനിമ പടത്തി ഉയർത്തുന്നത്. നമ്മുടെ കസ്റ്റമേഴ്സിനെ അറിയില്ല എന്നുള്ളൂ. നാട്ടിൽ കൊമേഴ്ഷ്യൽ തിയേറ്റർ ചെയ്യുന്നേക്കാൾ കൂടുതൽ ലാഭമാണ് ഹോം സിനിമയിൽ നിന്ന് ഉണ്ടാക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ഈ മേഖലയിലെ ആൾക്കാർക്ക് അത്രയും വിവരമില്ലാത്തത് കൊണ്ടാണ് നല്ല രീതിയിൽ ആൾക്കാർ പറ്റിച്ച് എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിലേക്ക് വേവ് ഫോമിംഗ് ഒക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തവിട് പൊടിയാക്കി കൊടുക്കും. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. കൂടുതൽ നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ ഇതിനിടയിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കാം. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.